റസൂലുള്ളാഹി ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ മദീനയിൽ നിന്ന് മക്ക കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കൊക്കെയാണ് കഅബ കാണാൻ കൊതിയുള്ളത്? സ്വഹാബികളൊക്കെ പറഞ്ഞു, മദീനക്കാർ അൻസാറുകൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് നബിയെ, താല്പര്യമുണ്ട്. അപ്പൊ ഒരു ഒരു സാധു മനുഷ്യന്റെ കരയുന്നു. ഒരു സാധു മനുഷ്യന് റസൂല ചോദിച്ചു, നിങ്ങൾക്ക് എന്താ കഅബ കാണണ്ടേ, നിങ്ങൾക്ക് മക്ക കാണണ്ടേ? അവിടുന്ന് പറഞ്ഞു, ഉണ്ട് നബിയേ, ഞാനൊന്നും എന്റെ ജീവിതത്തിൽ കഅബ കാണുമോ? ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ അറഫയിലൊന്ന് നിൽക്കുമോ? 500ഓളം കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആ മക്കത്തുൽ മുക്കറമ, അങ്ങോട്ട് പോകാനുള്ള വാഹനം എന്റെ കയ്യിലില്ല, മറ്റുള്ളവരുടെ വാഹനത്തിൽ പോകാൻ കാശുമില്ല. യാ റസൂലല്ലാഹ്, എന്റെ പാവപ്പെട്ട മക്കളെ പോറ്റുന്നത് ഇപ്പോഴും അധ്വാനിച്ചിട്ടാണ്. ഈ വയസ്സുകാലത്ത് എന്റെ മക്കളെ പോറ്റിക്കൊണ്ടാടിയിട്ട് പോറ്റുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ്. ഞാനൊന്നും എന്റെ ജീവിതത്തിൽ കഅബ കാണില്ല നബിയേ. റസൂലുള്ളാഹിയുടെ മറുപടി, സ്വഹാബികളെ, 10 പൈസ പോലും മുടക്കാത്ത വിധത്തിൽ, ഒരു ദീനാറ് പോലും ചെലവഴിക്കാത്ത വിധത്തിൽ, ഒരു റിയാല് പോലും ചെലവഴിക്കാത്ത വിധത്തിൽ ആർക്കാണ് കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? റസൂലുള്ളാഹി ചോദിക്കുന്നു, കാശ് മുടക്കാതെ ആർക്കാണ് ഒരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? ഈ പ്രായം ചെന്ന മനുഷ്യൻ തൊട്ടുള്ള സ്വഹാബികളുടെ മറുപടി, നബിയേ, കാശിന്റെ കുറവേ ഉള്ളൂ. നടന്നിട്ടാണോ? ഓടാനും ചാടാനുമൊക്കെ ഈ വയസ്സുകാലത്ത് അല്ലാഹു കഴിവ് തന്നിട്ടുണ്ട്. നബിയേ, നടന്നിട്ടാണെങ്കിൽ മുൻപന്തിയിൽ ഞാനുണ്ടാവും. റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ, എന്റെ അനുജാ, അവിടുന്ന് പറയുന്നു, കാരുണ്യത്തിന്റെ മുത്ത്, സ്വഹാബികളെ, മാമിൻ ബലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ. ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറയുകയാണ്, മാമിൻ ബലദിൽ, ഏതെങ്കിലും ഒരു കുട്ടി, യൻദുറു ഇലാ വാലിദൈഹി, ആ കുട്ടിയുടെ ഉമ്മയുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു നോട്ടം നോക്കുന്നു. ആ കുട്ടിയുടെ ബാപ്പയുടെ മുഖത്ത് ഉപ്പ എന്ന് വിളിച്ച് സന്തോഷിപ്പിക്കുന്ന മക്കൾ, നദറ റഹ്മ, കാരുണ്യത്തിന്റെ, സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു നോട്ടം നോക്കി ഉപ്പ എന്ന് വിളിച്ച് ബാപ്പയെ സന്തോഷിപ്പിക്കുന്ന മക്കൾ, ഉമ്മയെ സന്തോഷിപ്പിക്കുന്ന മക്കൾ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ, കഅബത്തിന്റെ ഖില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഖാല റസൂലുള്ളാഹി, എന്താണ് ജേഷ്ഠാനുജന്മാരെ, കാരുണ്യത്തിന്റെ മുത്തല്ലേ പറയുന്നത്? സ്വന്തം ഉമ്മയുടെ മുഖത്ത് ഒരു നോട്ടം നോക്കി ഉമ്മ എന്ന് വിളിച്ച് സന്തോഷിപ്പിക്കുന്ന മക്കൾക്ക്, പിതാക്കളെ, നമ്മുടെ ബാപ്പയുടെ മുഖത്ത്, ചെറുപ്പക്കാരെ, നമ്മുടെ ഉപ്പാന്റെ മുഖത്ത്, ചിലപ്പോൾ നമ്മുടെ ബാപ്പ പ്രസംഗം കേൾക്കാൻ സദസ്സിലുണ്ടാകും, ആ ബാപ്പയുടെ മുഖത്ത് ഒരു നോട്ടം നോക്കി ഉപ്പ എന്ന് വിളിച്ച് സന്തോഷിപ്പിക്കുന്ന മക്കൾക്ക്, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ, കഅബത്തിന്റെ ഖില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നാട്ടുകാരെ, നമ്മുടെ ഉമ്മയും ബാപ്പി ആരാണ്? സാധുക്കള്. അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉമ്മ പോയാൽ നമ്മുടെ കുടുംബത്തിന് ആരെങ്കിലും ഉണ്ടോ നമുക്ക് ആ ഉമ്മാന്റെ സ്ഥാനത്തുള്ളത്? ആ ഉമ്മയുടെ ബാപ്പയുടെ മുഖത്തൊരു നോട്ടം നോക്കുന്ന മക്കൾക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്ന് പഠിപ്പിച്ച, അത് ഏത് ഹജ്ജ്? ഹജ്ജത്തൻ മബ്റൂറ. 2.5 ലക്ഷം മുടക്കിയിട്ട് വന്നാല് മബ്റൂറായ ഹജ്ജ് എന്ന് പറയാൻ പറ്റും, ഉറപ്പുണ്ടാ? എന്നാൽ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ ബാപ്പയുടെ പൊരുത്തത്തോടുകൂടെ ഒരു നോട്ടം നോക്കുന്ന മക്കൾക്ക് കഅബത്തിന്റെ ഖില്ല പിടിച്ചൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് കേട്ടപ്പോഴേ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, എന്റെ ബാപ്പയുടെ മുഖത്ത് 100 വട്ടം നോക്കിയാലോ? അപ്പൊ നോക്കി കളിച്ച് ഓരോ കുട്ടികൾക്കുണ്ടല്ലേ ബാപ്പയോട് വല്ലാത്ത മഹബത്തുള്ള മക്കളുണ്ടാവും. കാരണം വല്ലാതെ നോക്കിയിട്ട് ചില സ്വഹാബികളുടെ ചരിത്രത്തിലൊക്കെ കാണാം, ബാപ്പ ഈ കാലത്തെ തോട്ടത്തിൽ ഇങ്ങനെ കൊത്താൻ പോകുമ്പോ ചില കുട്ടികൾ അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കളിക്കും. എന്നിട്ട് ആ കുട്ടികൾ വിവരിക്കുന്ന കാണാം, താരീഖിന്റെ ഗന്ധങ്ങളൊക്കെ കാണാം. ആ കുട്ടികൾ ഇങ്ങനെ പറയും, എന്തിനാണ് ഞങ്ങൾ അന്ന് കളിക്കുന്നത്? 10-8 വയസ്സുള്ളപ്പോഴൊക്കെ ഉപ്പാക്കൊരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയാല് ബാപ്പ മോനെ എന്ന് വിളിക്കും, എന്നിട്ട് എന്റെ ഉപ്പ എനിക്ക് തരും. ഉപ്പാക്ക് ചോറ് കിട്ടിയാല് ബാപ്പ കുറച്ച് കടിച്ചിട്ട് ഞാൻ എന്നെ വിളിച്ചു തരും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പാനെ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കും. ബാപ്പാനെ ചില കുട്ടികള്, ചില മഹാന്മാരൊക്കെ ഇങ്ങനെ ചരിത്രത്തിൽ പറയുന്നത് കാണാം.
എന്നാൽ ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ, എന്റെ ബാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, എന്റെ ഉപ്പയുടെ മുഖത്ത് 100 വട്ടം നോക്കിയാലോ? നബി തങ്ങളുടെ മറുപടി, 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ മൂമിനെ, നമ്മുടെ ഉപ്പയുടെ മുഖത്ത് 100 വട്ടം നോക്കുന്ന മക്കൾക്ക്, എന്റെ അനുജന്മാരെ, ഇത് എന്നു പോയോ? അന്ന് ജീവിതം തുറഞ്ഞു. ചെറുപ്പക്കാരെ, അന്ന് ജീവിതം മുടങ്ങി. എന്ന് നമ്മുടെ ബാപ്പ നമ്മുടെ കൽബിലുണ്ടോ?